ഒരു കമ്പൾഷനിലാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഹെൽത്തിൻ്റെ കമ്പൾഷൻ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ കമ്പൾഷൻ ആകാം എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളതൊന്നും ആർക്കും പിടിയില്ല. എല്ലാവരും പല പോഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലത്ത് ഉപരാഷ്ട്രപതിമാർ രാജിവെച്ച ഘട്ടത്തിൽ അതിന് കാരണം വ്യക്തമായിരുന്നു. രാഷ്ട്രപതിയാകാൻ, അതുപോലെ തന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ് ഒക്കെ വി ഗിരിയും ഭൈരോൺ സിംഗ് ഷെഖാവത്തും ഒക്കെ രാജിവെച്ച ചരിത്രമുണ്ട്. ഇത് പക്ഷേ എന്തുകൊണ്ട് പാർലമെന്റ് സെഷൻ നടക്കുന്നതിനിടെ രാജ്യസഭാ അധ്യക്ഷൻ രാജിവെക്കുന്നു എന്നുള്ളതിൽ രാജ്യത്തിന് ഒരു വിവരവുമില്ല. ഇത് ഒരു അഭൂതപൂർവമായ സാഹചര്യമാണോ? എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഈ ഒരു സെഷന്റെ മധ്യത്തില് ഉപരാഷ്ട്രപതി, അതായത് രാജ്യസഭയുടെ ചെയർമാൻ രാജിവെക്കുന്നെന്ന് പറയുന്നത് അങ്ങനെ സാധാരണ ആ രീതിയിൽ സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് നമുക്കൊരു പ്രസിഡന്റ് ഇപ്പോൾ ഇല്ല. രാജിവെച്ചു, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആയിരിക്കണം. രാജി എന്ന് പറയുമ്പോൾ നാച്ചുറലി അതൊരു എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം ഒരു പക്ഷേ. അപ്പോൾ അത് എന്താണ് എന്ന് ചോദിക്കാൻ ആർക്കും കാര്യമില്ല. അത് സഭയിലൊന്നും അതൊരു പ്രശ്നമല്ല. എന്തിന് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഭരണഘടന അദ്ദേഹത്തിനെ അനുവദിക്കുന്നുണ്ട് രാജിവെക്കാൻ, അതനുസരിച്ച് രാജിവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സഭയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ചെയർമാൻ തിരഞ്ഞെടുക്കപ്പെടുന്നു, അദ്ദേഹം വരുന്നു, സഭ അത് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് ഓഫ് കോഴ്സ് അത് ഒരു വഴിക്ക് നടക്കും. പക്ഷേ ആർക്കും അറിയത്തില്ല എന്താ കാരണം എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ടു പ്രയോറിറ്റൈസ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. അതായത് അതെങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. കാരണം ഒരു സീരിയസ് ആയ ഒരു കണ്ടീഷൻ ആണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ആ രീതിയിലല്ല എഴുതുന്നത്. അൺഎബിൾ ടു അറ്റൻഡ് ദ ഹൗസ് ബിക്കോസ് ഓഫ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അങ്ങനെയൊന്നും അല്ലല്ലോ. ഐ വോണ്ട് ടു പ്രയോറിറ്റൈസ് ഹെൽത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അല്ല, ഈ ആരോഗ്യ കാരണങ്ങളാൽ എന്നുള്ളത് അദ്ദേഹം പറയുന്ന കാരണമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ കാരണത്തെ നമ്മൾ ചോദ്യം ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. അങ്ങനെ ഒരു കോൾ എടുക്കാനുള്ള ചോയ്സ് ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടല്ലോ. ഒരു സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണല്ലോ, അപ്പോൾ രാഷ്ട്രപതിയും സർക്കാരും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ രാഷ്ട്രീയത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ്. സർക്കാരുമായി എനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഒരു ഉപരാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുക രാജിവെച്ച് വഴിമാറുക എന്നുള്ളതാണോ? അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം അദ്ദേഹത്തിനെ ഇപ്പോൾ സർക്കാർ വിചാരിച്ചാൽ ആ രീതിയിൽ അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റുകയില്ലല്ലോ. കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം, വന്നത് പാസ്സാക്കണം എന്നുള്ളതാണ്. അതങ്ങനെ സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് ചെയ്യാറില്ല. കാരണം ഗവൺമെൻറ് ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പോകാറില്ല. അപ്പോൾ അതില്ലാത്തത്തോളം കാലം അദ്ദേഹം തുടരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തുടരാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അന്നേരം ഈ ഗവൺമെൻറ്റും ചെയറും തമ്മിലുള്ള ഒരു ബന്ധം വഷളാകും എന്നുള്ളതാണ്. അപ്പം വളരെ ടെൻഷൻ ഉണ്ടാവും ആ കാര്യത്തിലൊക്കെ. കാരണം സഭയിൽ ചെയർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കാൻ ഉള്ള ബാധ്യത ചെയറിനുണ്ട്. അതേസമയത്ത് തന്നെ പ്രതിപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അതനുസരിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ. അതെ, അല്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബാലൻസ്. അതെ, ഇനിയിപ്പോൾ ഗവൺമെന്റിന് മുമ്പുള്ള ചോയ്സ് സ്വാഭാവികമായും പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷന് അതിനുള്ള ഭരണഘടനാ മാൻഡേറ്റ് ഉണ്ട്. അതിന് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സെഷനിൽ തന്നെ പക്ഷേ ഇപ്പോൾ 30 ദിവസം എന്ന കാലപരിധി ഉള്ളത് കൊണ്ട് തന്നെ ഈ സെഷനിൽ തന്നെ എന്തായാലും അത് സാധിക്കില്ല, അല്ലെങ്കിൽ പിന്നെ സെഷൻ നീട്ടേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി ഈ നടക്കുന്ന പാർലമെന്റ് സെഷനിൽ ഉപരാഷ്ട്രപതി ഇല്ല, പകരം വേറൊരാൾ ചെയർ ചെയ്യും എന്നുള്ളത് ഏതെങ്കിലും തരത്തിലൊരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ യാതൊരു സാധ്യതയില്ലല്ലോ. കാരണം ഭരണഘടന അനുസരിച്ച് തന്നെ ഉപരാഷ്ട്രപതി രാജിവെച്ചാൽ ഡെപ്യൂട്ടി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡ്യൂട്ടീസും പെർഫോം ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല.
വളരെ ക്ലിയറായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ് അതുള്ളത്. എല്ലാ ചുമതലകളും ഉപരാഷ്ട്രപതി നിർവഹിക്കുന്ന എല്ലാ ചുമതലകളും ഡെപ്യൂട്ടി ചെയർമാൻ നിർവഹിക്കും. അങ്ങനെയാണ് ഭരണഘടന വ്യവസ്ഥ പറയുന്നത്. തീർച്ചയായും. അപ്പോൾ ഇനി പുതിയ ഒരു ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്തായാലും നടക്കും. നിലവിൽ അങ്ങനെ ഉപരാഷ്ട്രപതിമാർ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജിവെച്ച ഒരു മുൻ അനുഭവമില്ല, പ്രസിഡന്റ് ഇല്ല. രാജിവെച്ചിട്ടുണ്ട്, പക്ഷെ ഈ തരത്തിൽ രാജിവെച്ച ഒരു പ്രസിഡന്റ് ഇല്ല. അപ്പോൾ ഇതൊരു തരത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയ പൊസിഷൻസിനെ നമ്മൾ കാണുന്നത്, അവരുടെ ഓഫീസിനെ കാണുന്നത് കേവല രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമായ ഒന്നായിട്ടാണ്. അതൊരു ഉയർന്ന ഭരണഘടനാ പദവിയായിട്ടാണ്. അപ്പോൾ സർക്കാരുമായി വളരെ വളരെ ക്ലോസ് ആയി നിൽക്കേണ്ട, അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കേണ്ട ഒരാളാണ് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി പൊസിഷനിൽ ഇരിക്കുന്നവർ എന്നുള്ള നിലയിൽ ആ പൊസിഷന്റെ ആ യഥാർത്ഥത്തിലുള്ള മഹത്വം ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ തന്നെ ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ ഉപരാഷ്ട്രപതി എന്ന പൊസിഷന്റെ മഹനീയതയെ അത്ര ഗുണപരമായ നിലയിൽ ഉയർത്തിപ്പിടിക്കുന്നില്ല സർക്കാർ എന്ന പരാതി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് മാധ്യമ റിപ്പോർട്ടുകളാണ്. അപ്പൊ ഈ ഉപരാഷ്ട്രപതി പദവിയുടെ മഹനീയത സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നം ഈ മൊത്തം സംഭവ വികാസങ്ങളുടെ, ഈ മൊത്തം സ്വീക്കൻസിന്റെ ഭാഗമായി വരാനുള്ള സാധ്യതയുണ്ടോ? അതിപ്പോ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അത് ഗവൺമെന്റിന് കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ. ഗവൺമെന്റിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ചെയർമാനാണ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് എന്നാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമേ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ കാരണം എന്നുള്ളത് ആർക്കും അറിയത്തില്ല. എല്ലാം ഒരു സ്പെക്കുലേഷനാണ് നടക്കുന്നത്. വാസ്തവത്തിലെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഏതായാലും എന്തോ ഒരു കമ്പൾഷനിലാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഹെൽത്തിന്റെ കമ്പൾഷൻ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ കമ്പൾഷൻ ആകാം എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളതൊന്നും ആർക്കും പിടിയില്ല. എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ PDT ആചാര്യ ഞങ്ങളോട് സംസാരിച്ചതിന്.